അവശിഷ്ട അധികാരങ്ങൾ ഇവയുടെ കൈകളിലാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്. കേന്ദ്ര സർക്കാർ, സംസ്ഥാന സർക്കാർ, കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ മുകളിൽ പറഞ്ഞവയൊന്നുമല്ല. കേന്ദ്ര സർക്കാർക്കാണ് അവശിഷ്ട അധികാരങ്ങൾ അല്ലെങ്കിൽ റെസിഡ്യുവൽ പവേഴ്സിൽ കൊടുത്തിരിക്കുന്ന സബ്ജക്റ്റുകളിൽ റൂൾ ഉണ്ടാക്കാൻ, നിയമം ഉണ്ടാക്കാനുള്ള അധികാരം ആർക്കാണുള്ളത്? കേന്ദ്ര സർക്കാരിനാണ്. 1935 ആക്ട് പ്രകാരം ഇത് ഗവർണർ ജനറലായിരുന്നു. അതിൻ്റെ മോഡലിൽ തന്നെയാണ് യൂണിയൻ ഗവൺമെൻറ്റിന് ഈ പവർ വരുന്നത്. യൂണിയൻ ലിസ്റ്റിലെ എൻട്രി 97 ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. 97ാമത്തെ എൻട്രി അവശിഷ്ട അധികാരങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഈ സൈബർ നിയമങ്ങളൊക്കെ അതിനകത്ത് ഉൾപ്പെടുന്നതാണ്. ഇന്ത്യയിൽ ആദ്യമായ ഒരു ഫെഡറൽ കോടതി ഇനി പറയുന്ന പ്രകാരം സ്ഥാപിച്ചു. 1909 ഇന്ത്യ ഗവൺമെൻറ് ആക്ട്, 1935 ഇന്ത്യ ഗവൺമെൻറ് ആക്ട്, 1947 ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട്, 1919 ഇന്ത്യൻ ഗവൺമെൻറ് ആക്ട്. 1935 ഇന്ത്യ ഗവൺമെൻറ് ആക്ട് അല്ലെങ്കിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരമാണ് ആദ്യമായിട്ട് ഇന്ത്യയിലൊരു ഫെഡറൽ കോർട്ട് സംവിധാനം, ഇന്ന് കാണുന്ന സുപ്രീം കോടതിയുടെ മുൻഗാമി, നിലവിൽ വരുന്നത്. 1937 നിലവിൽ വരുന്നത്. ഇവിടെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് സർ മോറിസ് ഗ്വയർ ആയിരുന്നു. നമുക്കിവിടെ ഓർത്തിരിക്കേണ്ടത് ആദ്യത്തെ ഇന്ത്യൻ ചീഫ് ജസ്റ്റിസ് ആരായിരുന്നു എന്നുള്ളതാണ്. HJ കനിയയായിരുന്നു ആദ്യത്തെ ഇന്ത്യക്കാരനായ ചീഫ് ജസ്റ്റിസ്. 1977 നിയമിതനായ അശോക് മേത്ത കമ്മിറ്റിയുടെ താഴെ പറയുന്ന ശുപാർശകൾ പരിഗണിക്കുക. നിലവിലുള്ള ത്രിതല സംവിധാനത്തിന് പകരം ദ്വിതല പഞ്ചായത്ത് രാജ് സംവിധാനം സൃഷ്ടിക്കാൻ അത് ശുപാർശ ചെയ്തു. ന്യായ പഞ്ചായത്തുകളെ പ്രത്യേക സ്ഥാപനങ്ങളായി നിലനിർത്തണമെന്ന് കമ്മിറ്റി ശുപാർശ ചെയ്തു. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകളുടെ എല്ലാ തലത്തിലും രാഷ്ട്രീയ പാർട്ടികളുടെ ഔദ്യോഗിക പങ്കാളിത്തം, ജനകീയ മേൽനോട്ടത്തിൽ വികേന്ദ്രീകരണത്തിനുള്ള ആദ്യ തലമായി ജില്ല. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇതിലൊക്കെ ഈ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റുകളിൽ ഏതൊക്കെയാണ് ശരിയെന്നാണ്. എല്ലാ സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. അശോക് മേത്ത കമ്മിറ്റി 2 ടയർ സിസ്റ്റം വേണം എന്നാണ് പറഞ്ഞത്. 3 ടയർ സിസ്റ്റത്തിന് പകരം ത്രിതല പഞ്ചായത്ത് സംവിധാനം വേണ്ട, 2 ടയർ പഞ്ചായത്ത് സംവിധാനം വേണമെന്ന് പറഞ്ഞു. ന്യായ പഞ്ചായത്തുകൾ നിലനിർത്തണമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടികളുടെ ഔദ്യോഗിക പങ്കാളിത്തം വേണമെന്ന് പറഞ്ഞു. ജനകീയ മേൽനോട്ടത്തിൽ ഡീസെൻട്രലൈസേഷൻ്റെ ആദ്യ തലമായിട്ട് ജില്ല വേണമെന്ന് പറഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട് ബൽവന്ത് റായ് കമ്മിറ്റിയും വന്നിട്ടുണ്ട്. എല്ലാം സിംഗ്വി കമ്മിറ്റി. ആദ്യം ഉണ്ടായിരുന്ന ബൽവന്ത് റായ് കമ്മിറ്റിയാണ്. നമ്മളിവിടെ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റാറ്റസ് പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന് വേണം, ഭരണഘടന അംഗീകാരം കൊടുക്കണം എന്ന് പറഞ്ഞത് എല്ലാം സിംഗ്വി കമ്മിറ്റിയാണ് എന്നായിരുന്നു 1986. ഇന്ത്യയുടെ 26ാമത് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? ഡോക്ടർ സുഖ്ബീർ സിംഗ് സന്ധു, ഡോക്ടർ വിവേക് ജോഷി, ജ്ഞാനേഷ് കുമാർ, രാജീവ് കുമാർ. ഓപ്ഷൻ സി, ജ്ഞാനേഷ് കുമാർ ആണ് 26ാമത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ. മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ കൂടാതെ 2 തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരൂടെ ഉണ്ട്. അതാരൊക്കെയാണ്? ഡോക്ടർ സുഖ്ബീർ സിംഗ് സന്ധുവും ഡോക്ടർ വിവേക് ജോഷിയുമാണ്. പ്രകൃതി നീതിയുടെ തത്വം പ്രധാനമായും ഇവ ഉറപ്പാക്കുന്നു. അതായത് പ്രിൻസിപ്പിൾ ഓഫ് നാച്ചുറൽ ജസ്റ്റിസ് എന്നാണ്. എന്തുറപ്പാക്കുന്നു എന്ന് നോക്കാം. നിയമത്തിന് മുന്നിലുള്ള തുല്യത, ന്യായമായ വാദം കേൾക്കലും പക്ഷപാതത്തിൻ്റെ അഭാവവും, ആവശ്യ നിയമനിർമ്മാണ പ്രവർത്തനങ്ങളുടെ നിയോഗം, എക്സിക്യൂട്ടീവിന് അനിയന്ത്രിതമായ വിവേചനാധികാരം. പ്രിൻസിപ്പിൾ ഓഫ് നാച്ചുറൽ ജസ്റ്റിസിനെ പറ്റിയിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നാച്ചുറൽ ജസ്റ്റിസിൻ്റെ ഭാഗമായിട്ട് വരുന്നത് നിയമത്തിന് മുന്നിലുള്ള തുല്യത വരും, ഇക്വാളിറ്റി ബിഫോർ ലോ, ന്യായമായ വാദം കേൾക്കലും പക്ഷപാതത്തിൻ്റെ അഭാവവും. ഒരു പക്ഷപാതവും ഇല്ലാതെ ന്യായമായിട്ട് കാര്യങ്ങൾ കേൾക്കാന്നുള്ളതും വരും. അങ്ങനെ ഓപ്ഷൻ എ ആണ് ആൻസറായിട്ട് വരുന്നത്. പ്രകൃതി നീതിയുടെ തത്വം എന്ന് പറയുമ്പോൾ ഒരു ജുഡീഷ്യൽ കൺസെപ്റ്റ് ആണല്ലോ അത്. ഇവിടെ നോക്കൂ, 4ാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് എക്സിക്യൂട്ടീവിനെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത്. 3ാമത്തെ ഓപ്ഷനോ ലെജിസ്ലേറ്റീവിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. മറ്റ് 2 ഓപ്ഷൻസിൽ മാത്രമേ നമ്മളുടെ ഒരു ജുഡീഷ്യൽ ഹിയറിങ്ങുമായിട്ടൊക്കെ റിലേറ്റ് ചെയ്തുള്ള കാര്യങ്ങൾ ബന്ധിപ്പിക്കുന്നുള്ളൂ. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് 3നെ 4നെ എലിമിനേറ്റ് ചെയ്യാം. ക്ഷേമരാഷ്ട്രം പലപ്പോഴും ഇനി പറയുന്നവയ്ക്കുള്ള ഒരു മാർഗമായി ന്യായീകരിക്കപ്പെടുന്നു. എല്ലാവർക്കും കുറഞ്ഞ ജീവിത നിലവാരം ഉറപ്പാക്കുക, വിതരണ സമത്വം പ്രോത്സാഹിപ്പിക്കുക, സാമൂഹിക നീതി ഉയർത്തിപ്പിടിക്കുക, സംസ്ഥാന ഇടപെടൽ കുറയ്ക്കുക. ഇവിടുത്തെ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിലെ ഇത് ഇംഗ്ലീഷിലേക്ക് വരുമ്പോൾ സെക്യൂർ മിനിമം ക്വാളിറ്റി ഓഫ് ലൈഫ് എന്നാണ് വരുന്നത്. അല്ലാതെ കുറഞ്ഞ ജീവിത നിലവാരം എന്ന് തെറ്റിദ്ധരിക്കപ്പെടരുത്. മിനിമം ക്വാളിറ്റി ഓഫ് ലൈഫ് എല്ലാവർക്കും പ്രദാനം ചെയ്യുക, അതുപോലെ തന്നെ വിതരണത്തിൽ സമത്വം പ്രോത്സാഹിപ്പിക്കുക, അതുപോലെ തന്നെ സാമൂഹിക നീതി ഉയർത്തിപ്പിടിക്കുക. ഇതൊക്കെ ഒരു വെൽഫെയർ സ്റ്റേറ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് തന്നെയല്ലേ?
ജനങ്ങളുടെ ക്ഷേമം മുന്നിൽ കാണുന്ന ഒരു സ്റ്റേറ്റ് ഈ 3 കാര്യങ്ങളും ചെയ്യും. പക്ഷേ സംസ്ഥാന ഇടപെടൽ കുറയ്ക്കുക എന്ന് പറയുന്ന ഒരു ലേസി ഫെയർ, അതായത് സ്റ്റേറ്റിൻ്റെ ഇടപെടൽ കുറച്ചുകൊണ്ട് പ്രൈവറ്റ് ആയിട്ടുള്ള ആളുകൾക്ക് പാർട്ടിസിപ്പേഷൻ കൊടുക്കുക എന്നുള്ളതിൻ്റെ ഒരു സവിശേഷതയാണ്. അതൊരിക്കലും ഒരു ക്ഷേമരാഷ്ട്രത്തിൻ്റെ സവിശേഷതയല്ല. ക്ഷേമരാഷ്ട്രം സംസ്ഥാന ഇടപെടൽ കൂട്ടുകയാണ് ചെയ്യുന്നത്, ഒരിക്കലും സ്റ്റേറ്റ് ഇൻ്റർവെൻഷൻ കുറയ്ക്കില്ല. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ 4ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് കട്ട് ചെയ്യാം. ഇവിടെ ആൻസർ വരുന്നത് സി ആയിരിക്കും. സംസ്ഥാനങ്ങളിൽ ലോകായുക്തയ്ക്കുള്ള ആദ്യ ശുപാർശ നൽകിയത് ഭരണപരിഷ്കാര കമ്മീഷൻ 1966, പാർലമെൻറ്റ് 1967, അണ്ണാ ഹസാരെ പ്രസ്ഥാനം 2011, ഒരു ജുഡീഷ്യൽ കമ്മിറ്റി. ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് കമ്മീഷനാണ് ഇതിനെപ്പറ്റി എന്ത് പറയുന്നത്, ലോകായുക്ത വേണം എന്നുള്ള ശുപാർശ പറയുന്നത്. അതുകൊണ്ട് ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത്, 1 മാത്രം. ഭരണത്തിൽ 3 പ്രധാന മാറ്റ സാധ്യതകൾ ICTകൾ നൽകുന്നു. ഓട്ടോമേഷൻ, ഇൻഫോർമാറ്റൈസേഷൻ, പരിവർത്തനം, സ്വകാര്യവൽക്കരണം. ICT എന്ന് പറഞ്ഞാൽ എന്താ, ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇൻഫർമേഷൻ ടെക്നോളജികളൊക്കെ നമ്മളുടെ എന്തിലേക്ക് കൊണ്ടുവരുമ്പോൾ, ഭരണത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ എന്ത് ഗുണമാണുള്ളതെന്നാണ് ചോദ്യം ഉദ്ദേശിക്കുന്നത്. ICT കൊണ്ടുവരുന്നതിൻ്റെ ഭാഗമായിട്ട് ഓട്ടോമേഷൻ സാധ്യമാണ്, അതുപോലെ ഇൻഫോർമാറ്റൈസേഷനും സാധ്യമാണ്. അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരാൻ പറ്റും, പരിവർത്തനം സാധ്യമാകും. പക്ഷേ സ്വകാര്യവൽക്കരണവും ICTയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇല്ല. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത്. ആദ്യത്തെ 3 കാര്യങ്ങളും ICTയിലൂടെ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. എക്സിക്യൂട്ടീവിന് മേലുള്ള പാർലമെൻ്ററി മേൽനോട്ടത്തിൽ ഇവ ഉൾപ്പെടുന്നു: പാർലമെൻ്ററി കമ്മിറ്റികൾ, ചോദ്യോത്തര സമയവും 0 മണിക്കൂറും, റിട്ട് പുറപ്പെടുവിക്കാൻ എക്സിക്യൂട്ടീവിനെ നിർബന്ധിക്കുന്നു, അഡ്മിനിസ്ട്രേറ്റീവ് റിപ്പോർട്ടുകൾ സമർപ്പിക്കൽ. ഈ 0 മണിക്കൂർ എന്നൊക്കെ പറഞ്ഞാൽ 0 ഹവറിനെയാണ് പറയുന്നത്, ക്വസ്റ്റ്യൻ അവറിനെ 0 ഹവറിനെയും. പാർലമെൻറ്റ് എക്സിക്യൂട്ടീവിനെ കൺട്രോൾ ചെയ്യാൻ ഉപയോഗിക്കുന്ന മെത്തേഡുകളാണ് പാർലമെൻ്ററി കമ്മിറ്റികൾ, ക്വസ്റ്റ്യൻ അവറും 0 ഹവറും, അഡ്മിനിസ്ട്രേറ്റീവ് റിപ്പോർട്ടുകൾ സമർപ്പിക്കുക. ഇതിലൂടെയൊക്കെ എക്സിക്യൂട്ടീവിൻ്റെ പ്രവർത്തനത്തെ പാർലമെൻറ്റ് എന്ത് ചെയ്യുന്നു, പാർലമെൻറ്റ് മേൽനോട്ടം വഹിക്കുന്നു. 3ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. NFHSനായി ഏകോപിപ്പിക്കുന്നതിനും സാങ്കേതിക മാർഗനിർദ്ദേശം നൽകുന്നതിനുമുള്ള നോഡൽ ഏജൻസി ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം, ഇൻ്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ പോപ്പുലേഷൻ സയൻസ്, സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസ്, രജിസ്ട്രാർ ഇൻ ജനറൽ ഓഫ് ഇന്ത്യ. നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേ ഏകോപിപ്പിക്കുന്നതിനും സാങ്കേതിക മാർഗനിർദ്ദേശം നൽകുന്നതിനുമായിട്ടുള്ള നോഡൽ ഏജൻസി ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇൻ്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ പോപ്പുലേഷൻ സയൻസ് ആണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട നോഡൽ ഏജൻസി എന്ന് പറയുന്നത്. അതുകൊണ്ട് ഓപ്ഷൻ ബി ആണ് ഉത്തരം വരുന്നത്. സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം 6 to 14 വയസ്സ് ഇനി പറയുന്ന രീതിയിൽ അവതരിപ്പിച്ചു. ആർട്ടിക്കിൾ 21A ചേർക്കൽ, ആർട്ടിക്കിൾ 45ലേക്കുള്ള ഭേദഗതി, 86ാം ഭരണഘടനാ ഭേദഗതി, 90ാം ഭരണഘടനാ ഭേദഗതി. റൈറ്റ് ടു എഡ്യൂക്കേഷൻ വന്നതുമായി ബന്ധപ്പെട്ട ചോദ്യമാണിത്. റൈറ്റ് ടു എഡ്യൂക്കേഷൻ വന്നതോടുകൂടി ആർട്ടിക്കിൾ 21A ആഡ് ചെയ്യപ്പെട്ടു. അതുപോലെ തന്നെ മുൻപ് ആർട്ടിക്കിൾ 45 പറഞ്ഞിട്ടുണ്ടായിരുന്ന DPSP ആയിരുന്നു സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം 6 to 14 വയസ്സുള്ള കുട്ടികൾക്ക് കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. അത് മാറ്റി, അത് അമെൻഡ് ചെയ്ത് അതാണ് എന്തായിട്ട് മാറിയത്, ഫണ്ടമെൻ്റൽ റൈറ്റിലേക്ക് മാറിയത്. 86ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ഈ റൈറ്റ് ടു എഡ്യൂക്കേഷൻ നിലവിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ 1, 2, 3 ഇതുമായിട്ട് ബന്ധപ്പെട്ട് ശരിയാണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം വരുന്നത്. കേരളത്തിലെ പരമ്പരാഗത വ്യവസായങ്ങളിൽ ഇവ ഉൾപ്പെടുന്നു: കയർ, പുനരുപയോഗ ഊർജം, കശുവണ്ടിയും കൈത്തറിയും, IT ആൻഡ് ഡിജിറ്റൽ സേവനങ്ങൾ. കേരളത്തിലെ പാരമ്പര്യ വ്യവസായങ്ങളിൽ എന്തൊക്കെയായിരിക്കും ഉൾപ്പെടുന്നത്? കയർ ഉൾപ്പെടും, കശുവണ്ടിയും കൈത്തറി ഉൾപ്പെടും, മറ്റേതൊക്കെ പുതിയതായിട്ടുള്ളതാണ്. അപ്പോൾ ഓപ്ഷൻ ഏതാണ് ആൻസർ വരിക? ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത്. പുതിയ കേരള മോഡൽ പഴയ മോഡലിൽ നിന്ന് വ്യത്യസ്തമാകുന്നത്: മുകളിൽ നിന്ന് താഴേക്ക് ക്ഷേമ ഇടപെടലുകൾ തുടരൽ, ക്ഷേമത്തിൽ നിന്ന് പങ്കാളിത്ത വളർച്ചയിലേക്ക് മുകളിൽ നിന്ന് താഴേക്ക് പദ്ധതിയിലേക്കും ശ്രദ്ധ മാറ്റൽ, ആസൂത്രണത്തിൽ പൗര പങ്കാളിത്തം കുറയ്ക്കൽ, വികേന്ദ്രീകരണ സംരംഭം ഉപേക്ഷിക്കൽ. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് പുതിയ കേരള മോഡൽ എങ്ങനെ പഴയ മോഡലിൽ നിന്നും വ്യത്യസ്തമായിരിക്കുന്നു എന്നുള്ളതാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട വ്യത്യസ്തമായ ഫാക്ടർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. അതായത് ക്ഷേമത്തിൽ നിന്ന് പങ്കാളിത്ത വളർച്ചയിലേക്ക് ഫോക്കസ് എന്ത് ചെയ്തു? വെൽഫെയറിൽ നിന്നും പാർട്ടിസിപ്പേറ്ററി ഗ്രോത്തിലേക്ക് മാറി.
അതുപോലെ തന്നെ മുകളിൽ നിന്ന് താഴേക്ക് പദ്ധതിയിലേക്കും ശ്രദ്ധ മാറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടോപ്പ് ഡൗൺ അപ്രോച്ച് ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ നിന്നും ഒരു ബോട്ടം അപ്പ് പ്ലാനിങ്ങിലേക്ക് ഫോക്കസ് മാറി. ഇതാണ് ന്യൂ കേരള മോഡലുമായിട്ട് ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ളത്. MGNREGA പാസ്സാക്കുകയും രാഷ്ട്രപതിയുടെ അംഗീകാരം നേടുകയും ചെയ്തത് എന്നാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ആണ് ഇതിൽ, അതായത് സ്റ്റേറ്റ്മെൻറ്റ് 1 ആണ് ഇതിൽ ശരിയായിട്ടുള്ളത്. 2005 ഓഗസ്റ്റ് 23 ഈ MGNREGAയുടെ ബില്ല് പാസ്സാക്കുന്നത്. അതേപോലെ തന്നെ 2005 സെപ്റ്റംബർ 5 രാഷ്ട്രപതിയുടെ അപ്രൂവൽ നേടുന്നത്. APJ അബ്ദുൽ കലാം ആയിരുന്നു ഇതിൽ ഒപ്പിട്ട രാഷ്ട്രപതി. അപ്പോൾ ആൻസർ വരുന്നത് 1 മാത്രം എന്നതാണ്. ഉച്ചഭാഷിണികളുടെ ഉപയോഗം സംബന്ധിച്ച 2000 ശബ്ദ മലിനീകരണ റെഗുലേഷൻ ആൻഡ് കൺട്രോൾ നിയമങ്ങൾ അനുസരിച്ച് ഇനി പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? രാത്രി സമയങ്ങളിൽ ഉച്ചഭാഷിണി ഉപയോഗിക്കുന്നത് പൂർണ്ണ നിരോധനമുണ്ട്. രാത്രി 10 മുതൽ രാവിലെ 6 മണി വരെ എന്ന് നിർവചിച്ചിരിക്കുന്നു. ശബ്ദരഹിതമായ അന്തരീക്ഷത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ 21 പ്രകാരം ഒരു മൗലിക അവകാശമാണെന്ന് സുപ്രീം കോടതി വിധിച്ചിട്ടുണ്ട്. വർഷത്തിൽ പരമാവധി 15 ദിവസത്തേക്ക് ഉത്സവങ്ങൾ, സാംസ്കാരികമോ മതപരമോ ആയ കാര്യങ്ങൾക്ക് അർദ്ധരാത്രി വരെ ഉപയോഗം നീട്ടാൻ ഒരു സംസ്ഥാന സർക്കാരിന് അനുവദിക്കാം. അർദ്ധരാത്രി വരെയുള്ള ഇളവ് നിയുക്ത നിശബ്ദ മേഖലകൾക്ക് ബാധകമല്ല. ഇവിടെ PSCയുടെ ആൻസർ വരുന്നത് C ആണ്. പക്ഷേ ശബ്ദരഹിതമായ അന്തരീക്ഷത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ 21 പ്രകാരം ഒരു മൗലിക അവകാശമാണ്. പല കേസുകളിലും സുപ്രീം കോടതി അങ്ങനെ ഒരു പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് അത് പൂർണ്ണമായും തെറ്റാണെന്ന് പറയാൻ പറ്റില്ല സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ്. പക്ഷേ PSCയുടെ ആൻസർ ഓപ്ഷൻ C ആണ്. സമാധാനത്തിനുള്ള നോബൽ സമ്മാനം നൽകുന്നതിനുള്ള നിയമങ്ങളും പ്രക്രിയകളും സംബന്ധിച്ച് ഇനി പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? നോർവീജിയൻ പാർലമെൻറ്റ് 5 അംഗങ്ങളെ നിയമിക്കുന്ന നോർവീജിയൻ നോബൽ കമ്മിറ്റിയാണ് സമ്മാനം തീരുമാനിക്കുന്നത്. രാജ്യങ്ങൾക്കിടയിലുള്ള കൂട്ടായ്മയും സ്റ്റാൻഡിംഗ് ആർമികളുടെ എണ്ണവും കുറയ്ക്കുന്നതിനും മെച്ചപ്പെടുത്തുന്നതിനും ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ച ഒരാൾക്കാണ് സമ്മാനം നൽകുന്നത്. സമ്മാനത്തിനുള്ള നാമനിർദ്ദേശങ്ങൾ നിലവിലുള്ള രാഷ്ട്രത്തലവന്മാരിൽ നിന്നും സർവകലാശാല പ്രൊഫസർമാരിൽ നിന്നും മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. ഓഗസ്റ്റ് അല്ലെങ്കിൽ സെപ്റ്റംബർ മാസങ്ങളിൽ കമ്മിറ്റി അംഗങ്ങൾക്കിടയിൽ സമവായത്തിലൂടെ വിജയിയെ തിരഞ്ഞെടുക്കും. ഇവിടെ ശരിയായിട്ട് വരുന്ന സ്റ്റേറ്റ്മെൻറ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1, 2, 4 എന്നിവയാണ് ശരിയായിട്ട് വരുന്ന സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. കാരണം നിലവിലുള്ള രാഷ്ട്രത്തലവന്മാരിൽ നിന്നും സർവകലാശാല പ്രൊഫസറിൽ നിന്നും മാത്രമല്ല, നമുക്ക് ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് അല്ലെങ്കിൽ നാഷണൽ അസംബ്ലി മെമ്പേഴ്സ് അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ കോർട്ട് ജഡ്ജസ് അങ്ങനെ പലർക്കും എന്ത് ചെയ്യാം, ഈ രീതിയിൽ നാമനിർദ്ദേശങ്ങൾ നൽകാം. താഴെ പറയുന്നവയിൽ കുട്ടികളിൽ 5ാം പനി മൂലമുണ്ടാകുന്ന ഏറ്റവും സാധാരണമായ സങ്കീർണത ഏതാണ്? ഡയറിയ, നിമോണിയ, ഓട്ടിറ്റിസ് മീഡിയ, അപസ്മാരം. ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം വരുന്നത് ഓട്ടിറ്റിസ് മീഡിയ ആണ്. ഓട്ടിറ്റിസ് മീഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിഡിൽ ഇയറിനുണ്ടാകുന്ന ഇൻഫെക്ഷനാണ്. മീസിൽസ് കാരണം ഉണ്ടാകുന്ന ഒരു സങ്കീർണതയാണ് ഓട്ടിറ്റിസ് മീഡിയ എന്ന് പറയുന്നത്. നിമോണിയയും ഉണ്ടാവാറുണ്ട്, പക്ഷേ കുട്ടികളിൽ സാധാരണയായിട്ട് ഉണ്ടാകാറുള്ളൊരു സങ്കീർണതയാണ് ഓട്ടിറ്റിസ് മീഡിയ. ഏത് പരിശോധനയിലൂടെയാണ് ക്ഷയരോഗം സ്ഥിരീകരിക്കുന്നത്? BCG, വൈഡൽ, എലിസ, മാൻടോക്സ്. മാൻടോക്സ് പരിശോധനയിലൂടെയാണ് ട്യൂബർകുലോസിസ് ഡയഗ്നൈസ് ചെയ്യുന്നത്. ഇവിടെ നോക്കൂ, BCG എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ TBക്ക് കൊടുക്കുന്ന വാക്സിനാണ്. അതുപോലെ തന്നെ വൈഡൽ ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈഫോയിഡിന് ഡയഗ്നൈസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടെസ്റ്റാണ്. എലീസ ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ HIV പ്രാരംഭ ടെസ്റ്റാണ്. മനുഷ്യ ശരീരത്തിലെ അനുബന്ധ അസ്ഥികളുടെ എണ്ണം 28, 80, 126, 206. ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം വരുന്നത് 126 ആണ്. 28 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹ്യൂമൻ സ്കള്ളിലുള്ള ബോൺസിൻ്റെ എണ്ണമാണ്. ആക്സിയൽ സ്കെൽറ്റണിലാണ് 80 ബോൺസ് ഉള്ളത്. പിന്നെ ടോട്ടലായിട്ട് ഹ്യൂമൻ ബോഡിയിൽ എത്ര ബോൺസ് ഉണ്ട്? 206. വൃക്ക ഹോർമോൺ എന്നറിയപ്പെടുന്ന ജീവകം ഏതാണ്? കിഡ്നി ഹോർമോൺ എന്നറിയപ്പെടുന്നത്. ജീവകം D, ജീവകം C, ജീവകം E, ജീവകം A. ഇവിടെ ഉത്തരം വരുന്നത് ജീവകം D ആണ്. വിറ്റാമിൻ D ആക്റ്റീവ് ഹോർമോണായിട്ട്, അതായത് അതിൻ്റെ ആക്റ്റീവ് രൂപത്തിലേക്ക് മാറുന്നത് കിഡ്നിയിൽ ചെല്ലുമ്പോൾ അതെന്തായിട്ട് മാറുന്നുണ്ട്? കാൽസിട്രോളായിട്ട് മാറുന്നുണ്ട്. അങ്ങനെ അതിൻ്റെ ആക്റ്റീവ് രൂപമായിട്ടുള്ള കാൽസിട്രോളായിട്ട് മാറുന്നത് കൊണ്ടാണ്
എന്ത് ചെയ്യുന്നത്? വൃക്ക ഹോർമോൺ എന്ന് അതിനെ അറിയപ്പെടുന്നത്. ഇതൊരു വിറ്റാമിൻ ആണെങ്കിലും ഒരു ഹോർമോണിനെ കൂട്ടായിരിക്കും നമ്മുടെ ശരീരത്തിൽ അത് ഫങ്ഷൻ ചെയ്യുന്നത്.